ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം? അല്ല പറഞ്ഞല്ലോ ടോമിനെ ഉച്ചയ്ക്ക് ശേഷം കണ്ടില്ലല്ലോ. വെയിറ്റ് കരോ. നിങ്ങൾ രണ്ടാളും കൂടെ എവിടെ പോയതാ? ഞങ്ങൾ പുറത്തൊരു ആവശ്യത്തിന് പോയതാ. ഓഹോ, ഞാനിത് എന്തായാലും അമൽ സാറിനോട് റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഓഫീസ് ടൈമിൽ കറങ്ങാൻ പോയിക്കായിരുന്നല്ലേ? കാണിച്ചുതരാം. നിനക്കിതല്ലേ വേറൊരു ജോലി ഇല്ലേ? എനിക്ക് തന്നെയാ ജോലി. സാർ ഇങ്ങ് വരട്ടെ, ശരിയാക്കി തരാം ഞാൻ രണ്ടാളും. ക്രിസ്റ്റിനെ അമൽ സാറിനെ കാണിക്കാൻ പോവാ. അതെ, ഞാൻ കാണിക്കാൻ പോവാ. അയ്യോ അമൽ സാറിനെ കാണിക്കലേ ക്രിസ്റ്റിനെ, ഞങ്ങൾക്ക് ഭയങ്കര പേടി അമൽ സാറിനെ. എന്താ സർ മറക്ക് സർ, ഇവര് തമ്മിൽ എന്തോ ഉണ്ട്. എന്ത്? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവര് ഓഫീസ് ടൈമിൽ ഇതേ കറങ്ങാനൊക്കെ പോകുന്നത്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇത് നോക്കി. എവിടെ പോയത്? എനിക്കറിയില്ല സാർ, ചോദിക്കേ. ആ ക്രിസ്ത്യനെ ഞാൻ പറഞ്ഞിട്ട് റീജിയണൽ ഓഫീസിൽ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ പോയാൽ അവര് വിളിച്ചേ. ടോമേ, നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ ക്രിസ്ത്യനേക്ക്? പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം നോക്കി പറയാൻ. അത് പറയാൻ പല അനന്തരവളാ നമ്മുടെ ജെസ്സി. അപ്പൊ ജെസ്സി, ടോം ശരിക്കും ജെസ്സിയുടെ അമ്മാവനാണോ? എന്റെ ക്രിസ്റ്റീനെ അന്ന് ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടപെട്ട് സോൾവ് ചെയ്ത് കൊടുത്തത്. അന്ന് തൊട്ട് ജെസ്സി ഒരു അനന്തരവളായിട്ടാണ് ടോം കാണുന്നത്. പിന്നെ ഇങ്ങനെ കഥയൊക്കെ അടിച്ചിറക്കുന്നത് കമ്പനിക്ക് അത്ര നല്ലതല്ല കേട്ടോ. ആ ജെസ്സി, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, എനിക്ക് പൊട്ടിക്കല് കയറാനുണ്ട്, ഞാൻ ലേറ്റ് ആവും. ഓക്കെ ആണോ? എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? താൻ വേണമെങ്കിൽ ഊബർ വിളിച്ചു പോ. ആ ഊബറിൽ നീ അങ്ങ് പോയാൽ മതി. ടോം എന്നെ ഡ്രോപ്പ് ചെയ്തോ. വണ്ടി എടുത്തേ. ഇറങ്ങിയേ, ഞാൻ പറഞ്ഞില്ല ടോം എന്നെ ഡ്രോപ്പ് ചെയ്യുന്നു. ടോമേ, എവിടെ പിന്നെ ഡ്രോപ്പ് ചെയ്യാൻ? എന്നെ ഡ്രോപ്പ് ചെയ്യും. ടോം തീരുമാനിക്ക് ആരെ കൊണ്ട് പോകണമെന്ന്. ടോമേ വണ്ടി എടുക്ക. നിന്നോട് ഞാൻ പറഞ്ഞില്ല. ടോമേ, ഞാൻ പറയുന്നുണ്ട്. ഞാൻ രണ്ടെണ്ണത്തിന് വിട്ടാ പോരെ. രണ്ടെണ്ണം പേര് അടിപൊളി, നല്ല മനോഹരമായ കാഴ്ച. ടോമണ്ണന്റെ തലയെ വരച്ചിരിക്കണ എന്റെ കുണ്ടിയിലെങ്കിലും വരച്ചിരുന്നെങ്കിൽ.